ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ദൈവവുമായി പുലർത്തുന്ന ആ അഭേദ്യമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിനപ്പുറത്ത്, ദൈവം നല്ലവനാണെന്ന് പറയുന്നതിനപ്പുറത്ത്, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ ദൈവം ദൈവമെന്ന് പറയാനുള്ള കൃപ എനിക്ക് തരണമെന്ന് അധരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവരുടെ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനിത് മനഃപൂർവ്വമാണ് ഇന്ന് രാത്രി ഇവിടെ പറയുന്നത്. ഒരു വല്ലാത്ത വികലമായ ആത്മീയതയിലൂടെ ഇന്ന് നമ്മുടെ സമൂഹം കടന്നു പോകുകയാണ്. ദൈവത്തെ വിളിച്ചാൽ, ഭക്തരായി ജീവിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, വിശുദ്ധരായി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരില്ല. ഉയർച്ചയിൽ നിന്ന് ഉയർച്ച, നന്മയിൽ നിന്ന് നന്മ, നേട്ടത്തിൽ നിന്ന് നേട്ടം, പുരോഗതിയിൽ നിന്ന് പുരോഗതി. അതാണ് ഇന്ന് പലരും നമുക്ക് കൈമാറുന്ന ഭക്തി, ആത്മീയത. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, അത് ശരിയാണ്. പക്ഷെ അതിന്റെ മറുവശം കൂടെ ഞാൻ പറയുകയാണ്. ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. എന്നോട് തന്നെ ഒത്തിരി കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററേ ഞാൻ ഇത്രയും കരഞ്ഞിട്ടും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഈ എക്സാമിന് മുമ്പ് ഞാൻ ഇതുപോലെ ഉപവസിച്ചിട്ടും അതന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞു. അപ്പൊ നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഭക്തിയാണ്. ഭക്തർക്ക് മാത്രമേ നേട്ടമുണ്ടാകൂ, നേട്ടമാണ് ഭക്തിയുടെ അളവുകോൽ എന്ന് ചിന്തിക്കുന്ന ഒരു വല്ലാത്ത കാലമാണ്. ആ വികലമായ ആത്മീയത നിങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ കയറി കൂടിയാൽ ക്രിസ്തീയ ജീവിതത്തിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.